ഇന്ത്യയുടെ ചരിത്രം പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ മാത്രം എഴുതപ്പെട്ടതല്ല. വയലുകളിൽ, കാടുകളിൽ, നദീതീരങ്ങളിൽ, ഗ്രാമങ്ങളിൽ, നഗരങ്ങളുടെ തെരുവുകളിൽ, അതിർത്തികളിൽ, ജനങ്ങൾ ഉയർത്തിയ ശബ്ദങ്ങളിലും അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഭൂമിക്കായി, കാടിനായി, വെള്ളത്തിനായി, അവകാശങ്ങൾക്കായി, അഴിമതികൾക്കെതിരെ, പൗരത്വത്തിനായി, കർഷകരുടെ അവകാശങ്ങൾക്കായി, യുവാക്കളുടെ ഭാവിക്കായി. 1951 മുതൽ 2026 വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന 9 ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ ഒരു യാത്ര. ചില സമരങ്ങൾ നിയമങ്ങൾ മാറ്റി, ചിലത് രാഷ്ട്രീയത്തെ മാറ്റി, ചിലത് രാജ്യത്തിൻ്റെ ചിന്ത തന്നെ മാറ്റി. ഇതാണ് ഇന്ത്യയെ മാറ്റിയ 9 ജനകീയ പ്രക്ഷോഭങ്ങൾ. 1951 ഏപ്രിൽ 18 തെലങ്കാനയിലെ പോച്ചംപള്ളി. ഭൂമിയില്ലാത്ത കുടുംബങ്ങളുടെ പ്രശ്നം. കേൾക്കാനെത്തിയ ആചാര്യ വിനോബ ഭാവയ്ക്ക് മുന്നിൽ ഒരു ചോദ്യം: ഭൂമിയില്ലാത്തവർക്ക് ഭൂമി എങ്ങനെ ലഭിക്കും? വിനോബ ഭാവെ തിരഞ്ഞെടുത്ത വഴി വ്യത്യസ്തമായിരുന്നു. ഭൂമി പിടിച്ചെടുക്കുകയല്ല, ഭൂമിയുള്ളവർ സ്വമേധയാ ഭൂമിയുടെ ഒരു ഭാഗം ദാനം ചെയ്യുക. പോച്ചപ്പള്ളിയിലെ ഭൂവുടമ രാമചന്ദ്ര റെഡ്ഡി 100 ഏക്കർ ഭൂമി നൽകാമെന്ന് പ്രഖ്യാപിച്ചു. അവിടെ നിന്നാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്. പിന്നീട് വിനോബ ഭാവെ ഇന്ത്യയിലുടനീളം കാൽനടയായി സഞ്ചരിച്ചു. ഭൂമിയുള്ളവർ ഭൂമിയില്ലാത്തവരുടെ അവകാശം അംഗീകരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഭൂമിയുടെ പുനർവിതരണം നിയമത്തിലൂടെ മാത്രമല്ല, മനസ്സുമാറ്റത്തിലൂടെയും സാധ്യമാകുമോ എന്ന പരീക്ഷണം. അങ്ങനെ ഒരു ഗ്രാമത്തിലെ ഭൂദാനം രാജ്യവ്യാപകമായ ഒരു സാമൂഹിക പ്രസ്ഥാനമായി വളർന്നു. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ നക്സൽബാരി. ഭൂമിയുടെ അവകാശത്തിനായി കർഷകരും ആദിവാസി വിഭാഗങ്ങളിലെ ഗ്രാമീണരും നടത്തിയ പോരാട്ടം ഇവിടെ പുതിയൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ഭൂപ്രഭുക്കൾക്കെതിരായ പ്രതിഷേധം ഭൂമിയും വിളകളും തിരിച്ചുപിടിക്കാനുള്ള നടപടികളിലേക്ക് വളർന്നു. പിന്നീട് ഏറ്റുമുട്ടലുകൾ അക്രമാസക്തമായി. 1967 മെയ് 25 ബെങ്കൈജോട്ടിൽ പോലീസ് വെടിവെപ്പിൽ 11 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. അവരിൽ 8 സ്ത്രീകളും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ വെടിവെപ്പ് ഒരു പ്രാദേശിക കലാപത്തെ അവസാനിപ്പിച്ചില്ല, മറിച്ച് നക്സൽബാരി എന്ന പേര് ഇന്ത്യയിലെ ഒരു പുതിയ സായുധ രാഷ്ട്രീയ ധാരയുടെ തന്നെ പര്യായമായി. ചാരു മജുംദാർ, കാനു സന്യാൽ, ജംഗൽ സാന്താൾ, അവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം പിന്നീട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഒരു ഗ്രാമത്തിലെ ഭൂമി അവകാശ പോരാട്ടം പിന്നീട് ഇന്ത്യയുടെ ഇടതുപക്ഷ സായുധ രാഷ്ട്രീയത്തെ നിർണയിച്ച ഒരു വഴിത്തിരിവായി. ഇനി തെക്കോട്ട്. കേരളം, പാലക്കാട്, സൈലന്റ് വാലി, കുന്തിപ്പുഴയ്ക്ക് കുറുകെ ജലവൈദ്യുത പദ്ധതി. 1958 തന്നെ 120 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതിയുടെ നിർദ്ദേശം മുന്നോട്ട് വന്നു. പക്ഷേ ഒരു അണക്കെട്ടിനൊപ്പം മറ്റൊരു കണക്കും കൂടെ ഉണ്ടായിരുന്നു: മഴക്കാട്, ജൈവ വൈവിധ്യം, നദി, വനത്തെ ആശ്രയിക്കുന്ന ജീവിതങ്ങൾ. 1970കളിൽ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ ശക്തമായപ്പോൾ പ്രതിഷേധവും ശക്തമായി. ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി പ്രവർത്തകർ, എഴുത്തുകാർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പൊതുസമൂഹം എല്ലാവരും ഒരേ ചോദ്യമുയർത്തി: ഒരു വൈദ്യുത പദ്ധതിക്കായി ഒരു മഴക്കാട് മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? 1979 കേരളം സൈലന്റ് വാലി പ്രൊട്ടക്ഷൻ ഏരിയ നിയമം കൊണ്ടുവന്നു. 1980 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പദ്ധതി പ്രദേശത്തെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് കൂടുതൽ പഠനത്തിന് നിർദ്ദേശിച്ചു. MGK മേനോൻ അധ്യക്ഷനായ സമിതി പദ്ധതി പരിശോധിച്ചു. ഒടുവിൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. 1984 നവംബർ 15 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു കാടിനെ രക്ഷിച്ച സമരം ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഒരു വലിയ അടയാളമായി മാറി. ഹിമാലയത്തിലെ ഗഡ്വാൾ മേഖല, റേണി ഗ്രാമം. വനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വെട്ടിമാറ്റുന്നതിനെതിരെ ഗ്രാമീണരുടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. മരങ്ങൾ വെട്ടാൻ തൊഴിലാളികൾ എത്തിയപ്പോൾ ഗ്രാമത്തിലെ പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെ മറ്റൊരിടത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിരുന്നു. ഒരു പെൺകുട്ടി തൊഴിലാളികൾ കാട്ടിലേക്ക് പോകുന്നത് കണ്ടു. അവൾ വിവരം ഗൗരാദേവിയെ അറിയിച്ചു. ഗൗരാദേവിയുടെ നേതൃത്വത്തിൽ 27 സ്ത്രീകൾ കാട്ടിലേക്ക് ഓടി. സംസാരിച്ച് തടയാൻ ശ്രമിച്ചു. അത് ഫലിച്ചില്ല. അപ്പോൾ
അവർ മരങ്ങളെ കെട്ടിപ്പിടിച്ചു. മരങ്ങൾ വെട്ടണമെങ്കിൽ ആദ്യം തങ്ങളെ വെട്ടേണ്ടി വരുമെന്ന സന്ദേശം. ചിപ്കോ, കെട്ടിപ്പിടിക്കുക, ഒരു പ്രതിഷേധ രീതി. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ പേരായി മാറി. കാട് വെറും മരങ്ങളല്ല, അത് വെള്ളമാണ്, മണ്ണാണ്, ഇന്ധനമാണ്, കാലിത്തീറ്റയാണ്, ഉപജീവനമാണ്. പ്രത്യേകിച്ച് മലനാട്ടിലെ സ്ത്രീകളുടെ ജീവിതവുമായി കാടിനുള്ള ബന്ധം ചിപ്കോ ദേശീയ ചർച്ചയാണ്. ബീഹാർ, അഴിമതി, വിലക്കയറ്റം, ഭരണപരാജയം, ഇവയ്ക്കെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. മാർച്ചിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായപ്പോൾ അവർ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വം ആവശ്യപ്പെട്ടു. JP മുന്നോട്ട് വന്നു, പക്ഷേ 2 നിബന്ധനകളോടെ. സമരം അഹിംസാത്മകമായിരിക്കണം, അത് ബീഹാറിൽ മാത്രം ഒതുങ്ങരുത്. 1974 ജൂൺ 5, പട്നയിലെ ഗാന്ധി മൈതാനം. JP വിളിച്ചു സമ്പൂർണ്ണ വിപ്ലവം. രാഷ്ട്രീയ മാറ്റം മാത്രമല്ല, സാമൂഹികം, സാമ്പത്തികം, വിദ്യാഭ്യാസം, ഭരണം, എല്ലാ മേഖലകളിലും മാറ്റം വേണം. പ്രക്ഷോഭം ബീഹാറിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു. 1 വർഷം കഴിഞ്ഞ് 1975 ജൂൺ 25, രാജ്യത്ത് അടിയന്തരാവസ്ഥ. JP അടിയന്തരാവസ്ഥയ്ക്കെതിരായ ജനാധിപത്യ പ്രതിരോധത്തിൻ്റെ പ്രധാന മുഖമായി. 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ആദ്യത്തെ നോൺ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശ തന്നെ മാറ്റിയ പ്രസ്ഥാനമായി മാറി. ഇനി ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക്. നർമ്മദ താഴ്വര, വലിയ അണക്കെട്ടുകൾ, വൈദ്യുതി, ജലസേചനം, കുടിവെള്ളം, വികസനത്തിൻ്റെ വാഗ്ദാനങ്ങൾ. പക്ഷേ അണക്കെട്ടിൻ്റെ മറുവശത്ത് മറ്റൊരു ചോദ്യം. വെള്ളത്തിനടിയിലാകുന്ന ഗ്രാമങ്ങൾ, കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആദിവാസികളും കർഷകരും. പുനരധിവാസം എങ്ങനെ? അവരുടെ ഭൂമിക്ക് പകരം എന്ത് നൽകും? 1985 മേധാ പട്കർ നർമ്മദ താഴ്വരയിലെ പ്രശ്നങ്ങളിലേക്ക് സജീവമായി കടന്നു വന്നു. തുടർന്ന് നർമ്മദ ബച്ചാവോ ആന്തോളൻ വലിയ ജനകീയ പ്രസ്ഥാനമായി മാറി. ബാബ ആംതെ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകരും പിന്നീട് സമരത്തിന് പിന്തുണ നൽകി. പ്രശ്നം അണക്കെട്ട് വേണോ വേണ്ടയോ എന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. വികസനത്തിൻ്റെ നേട്ടവും അതിൻ്റെ വിലയും ആരാണ് വഹിക്കുന്നത്? ലോകബാങ്കിൻ്റെ ധനസഹായവും പദ്ധതിയുടെ പുനരധിവാസ പരിസ്ഥിതി പ്രശ്നങ്ങളും വലിയ അന്താരാഷ്ട്ര ചർച്ചയായി. 1993 ലോകബാങ്ക് ശേഷിച്ച വായ്പ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. വിഷയം സുപ്രീം കോടതിയിലുമെത്തി. 2000 വിധിയിൽ കോടതി പദ്ധതി പൂർണ്ണമായി തടഞ്ഞില്ല. പുനരധിവാസവും മറ്റ് വ്യവസ്ഥകളും പാലിക്കണമെന്ന നിബന്ധനകളോടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു. നർമ്മദ സമരം ഒരു അണക്കെട്ടിനെക്കുറിച്ചുള്ള പ്രതിഷേധത്തെക്കാൾ വലുതായിരുന്നു. വികസനമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചോദ്യം ചെയ്ത, രാജ്യത്ത് പൗരന്മാരെ അതിന് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനമായിരുന്നു. ഡിസംബർ 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടങ്ങി. ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടിക്ക് പിന്നാലെ ഡിസംബർ 15 ഷഹീൻ ബാഗിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ റോഡിലിരുന്ന് സമരം ആരംഭിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്ന ആശയ്ക്കെതിരെ, ഭരണഘടന സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി. തണുപ്പിലും രാത്രിയിലും സ്ത്രീകൾ സമരവേദിയിൽ തുടർന്നു. ഭരണഘടനയുടെ ആമുഖം, ദേശീയ പതാക, കവിത, ചിത്രങ്ങൾ, സംഗീതം എല്ലാം പ്രതിഷേധത്തിൻ്റെ ഭാഷയായി. ഷഹീൻ ബാഗിലെ മാതൃക രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ ആവർത്തിച്ചു. 2020 മാർച്ച് 24 രാജ്യവ്യാപക കോവിഡ് ലോക്ക്ഡൗൺ ആരംഭിച്ചതോടെ 101 ദിവസം നീണ്ട സമരം അവസാനിച്ചു. പക്ഷേ ഷഹീൻ ബാഗ് ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമായിരുന്നില്ല. പൗരത്വം, ഭരണഘടന, മതം, ന്യൂനപക്ഷാവകാശം, പ്രതിഷേധാവകാശം എല്ലാം ഒരുമിച്ചെത്തിയ ഒരു ദേശീയ രാഷ്ട്രീയ ചർച്ചയുടെ പ്രതീകമായി അത് മാറി. കേന്ദ്ര സർക്കാർ 3 പുതിയ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നു. കർഷക സംഘടനകൾ അതിനെ ശക്തമായി എതിർത്തു. കർഷകരുടെ ആശങ്കകൾ
പലതായിരുന്നു. മിനിമം താങ്ങുവിലയുടെ ഭാവി, കാർഷിക വിപണിയിലെ മാറ്റങ്ങൾ, സ്വകാര്യ കമ്പനികളുടെ ഇടപെടൽ, കരാർ കൃഷി, കേന്ദ്രത്തിൻ്റെ കാർഷിക പരിഷ്കാര മാതൃക. പ്രതിഷേധം പഞ്ചാബിലും ഹരിയാനയിലും ശക്തമായി. പിന്നീട് ഡൽഹി ചലോ. 2020 നവംബർ അവസാനത്തോടെ ആയിരക്കണക്കിന് കർഷകർ ഡൽഹി അതിർത്തികളിലെത്തി. സിംഘു, ടിക്രി, ഗാസിപൂർ റോഡുകൾ തന്നെ സമരകേന്ദ്രങ്ങളായി. ട്രാക്ടറുകൾ താമസ സ്ഥലങ്ങളായി. ലങ്കറുകൾ, ലൈബ്രറികൾ, മെഡിക്കൽ ക്യാമ്പുകൾ. 1 വർഷത്തോളം നീണ്ടുനിന്ന സമരജീവിതം. 2021 ജനുവരി 26 ട്രാക്ടർ പരേഡിനിടെ സംഘർഷവും ചെങ്കോട്ടയിലെ സംഭവങ്ങളും പ്രക്ഷോഭത്തിൻ്റെ വിവാദമായ വഴിത്തിരിവായി. പക്ഷേ സമരം തുടർന്നു. 2021 നവംബർ 19 പ്രധാനമന്ത്രി 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചു. നവംബർ 29 പാർലമെന്റ് റീ അപ്പീൽ ബിൽ പാസാക്കി. നവംബർ 30 3 നിയമങ്ങളും ഔദ്യോഗികമായി റദ്ദാക്കി. 1 വർഷത്തോളം നീണ്ട കർഷക സമരം. ഒരു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 നിയമങ്ങൾ പിൻവലിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ജനകീയ പ്രക്ഷോഭങ്ങളിലൊന്നായി. ഇനി ഈ യാത്രയുടെ ഏറ്റവും പുതിയ സ്റ്റോപ്പ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ആദ്യം ഒരു ഓൺലൈൻ സറ്റയർ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ്, ലൈക്സ്, ഷെയർസ്, പിന്നീട് തെരുവിലെ മനുഷ്യരായി മാറി. നീറ്റ് UG ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകളും പേപ്പർ ചോർച്ച ആരോപണങ്ങളും പരീക്ഷാ സംവിധാനത്തിലെ വിശ്വാസ്യതയും യുവജനങ്ങളുടെ പ്രധാന ആശങ്കകളായി. ജൂൺ 2026 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP പ്രതിഷേധം ശക്തമായി. വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, യുവാക്കൾ, സാമൂഹിക പ്രവർത്തകർ. ജൂൺ 28 സോനം വാങ്ചുക്കും സമരത്തിന് പിന്തുണ നൽകി ഉപവാസം തുടങ്ങി. അങ്ങനെ ഒരു ഡിജിറ്റൽ സറ്റയർ വലിയ യുവജന പ്രക്ഷോഭമായി മാറി. ജൂലൈ 20 സൻസദ് ചലോ. പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമത്തിനിടെ പോലീസ് പ്രതിഷേധക്കാർ സംഘർഷമുണ്ടായി. പിന്നീട് പുറത്തുവന്ന ഔദ്യോഗിക പോലീസ് രേഖകൾ പ്രകാരം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് 2 റൗണ്ട് പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഉൾപ്പെടെ വിവിധ നോൺ ലിത്തൽ മ്യൂണീഷ്യൻസ് ഉപയോഗിച്ചു. പെല്ലറ്റ് ഇഞ്ചുറീസ് സംബന്ധിച്ച പരാതികളുമായി നിരവധി പേർ ആശുപത്രികളിലെത്തി. സംഭവം പുതിയൊരു ചോദ്യം തന്നെ ഉയർത്തി. ഡിജിറ്റൽ കാലത്തെ പ്രതിഷേധത്തെ സർക്കാർ എങ്ങനെ നേരിടണം? പ്രതിഷേധം, നിയമം, പൊതുസമാധാനം, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം വീണ്ടും ചർച്ചയായി. ജൂലൈ 25 CJPയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി യാഥാർത്ഥ്യമായി. 49 ദിവസം നീണ്ട ജന്തർ മന്ദർ സമരം CJP ഇതോടെ പിൻവലിച്ചു. സർക്കാർ ചില ആവശ്യങ്ങളിൽ ഉറപ്പുകൾ നൽകിയതോടെയായിരുന്നു സമരം പിൻവലിച്ചത്. 1951 ഭൂദാനത്തിൽ ഒരു മനുഷ്യൻ ഗ്രാമങ്ങളിലൂടെ നടന്നു. 2026 CJP പ്രതിഷേധത്തിൽ ഒരു ആശയം ആദ്യം സ്ക്രീനുകളിലൂടെ സഞ്ചരിച്ചു, പിന്നീട് തെരുവുകളിലെത്തി. പോച്ചമ്പള്ളിയിൽ ഭൂമിക്കായി ഉയർന്ന ശബ്ദം. നക്സൽബാരിയിൽ ഭൂമി അവകാശത്തിനായുള്ള സായുധ പോരാട്ടം. സൈലന്റ് വാലിയിൽ ഒരു കാടിനെ രക്ഷിക്കാനുള്ള സമരം. റേണിയിൽ മരങ്ങളെ കെട്ടിപ്പിടിച്ച സ്ത്രീകൾ. പട്നയിൽ വ്യവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ട ജനക്കൂട്ടം. നർമ്മദയിൽ വികസനത്തിൻ്റെ വില ചോദ്യം ചെയ്തവർ. ഷഹീൻബാഗിൽ പൗരത്വവും ഭരണഘടനയും ചർച്ചയായപ്പോൾ ഡൽഹിയുടെ അതിർത്തികളിൽ നിയമം പിൻവലിപ്പിച്ച കർഷകർ. ജന്തർ മന്ദറിൽ ഡിജിറ്റൽ ലോകത്തു നിന്ന് തെരുവിലിറങ്ങിയ യുവാക്കൾ. 9 പ്രക്ഷോഭങ്ങൾ, 9 കാലഘട്ടങ്ങൾ, 9 വ്യത്യസ്ത ആവശ്യങ്ങൾ. പക്ഷേ ഒരു പൊതുസ്വരം, അധികാരത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം. ചില സമരങ്ങൾ വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. ചിലത് നിയമങ്ങൾ മാറ്റി, ചിലത് രാഷ്ട്രീയത്തെ മാറ്റി, ചിലത് രാഷ്ട്രത്തിൻ്റെ ചിന്ത തന്നെ മാറ്റി. പക്ഷേ ഓരോ പ്രക്ഷോഭവും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അടയാളം ബാക്കി വച്ചു. കാരണം ജനാധിപത്യത്തിൽ പ്രതിഷേധം വെറും ആൾക്കൂട്ടമല്ല, അത് ജനങ്ങൾ അധികാരത്തോട് ധീരമായി എതിർത്തുനിന്ന് ഉയർത്തുന്ന ചോദ്യങ്ങളാണ്, വിയോജിപ്പുകളാണ്.